ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 20-ാം തിരുവചനം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഈശോ പറയാണ്, ഈശോ അയച്ചവനെ ആരൊക്കെ സ്വീകരിക്കുന്നു അവരെ ക്രിസ്തുവിനെ തന്നെ സ്വീകരിക്കുക. ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന പിതാവായ ദൈവത്തെ സ്വീകരിക്കുന്ന വലിയൊരു ബന്ധമാണ് ഈശോ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവരെ ഈശോ പറയുക, അവർ ക്രിസ്തു തന്നെയാണ് അവരിലൂടെ പ്രവർത്തിക്കുക. അതുകൊണ്ട് സാക്ഷ്യം നൽകുന്നവരിലേക്ക് നീ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും അവർക്ക് നീ നൽകുന്ന സഹായങ്ങളും എല്ലാം ക്രിസ്തുവിനെ തന്നെയാണ് നൽകുക. അത് പിതാവായ ദൈവത്തിന് തന്നെയാണ് നൽകപ്പെടുക. വചനപ്രഘോഷകരെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരെയൊക്കെ നീ എങ്ങനെയാണ് നിൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും നിൻ്റെ സംസാരത്തിലും നിൻ്റെ പെരുമാറ്റത്തിലൊക്കെ സ്വീകരിക്കുക എന്ന് നീ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അവരിലൂടെ കടന്നു വരുന്നത് ക്രിസ്തു തന്നെയാണെന്ന് പറയുക. അവർക്ക് അവരുടേതായ വ്യക്തിപരമായ പോരായ്മകളോ കുറവുകളോ ഒക്കെ ഉണ്ടാകാം, പക്ഷേ അവരിലൂടെ കടന്നു വരുന്നത് ക്രിസ്തുവാണെന്ന് പറയുക. അവരെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ പിതാവായ ദൈവത്തെ സ്വീകരിക്കുന്നു. വലിയൊരു കണ്ണിയാണ് പിതാവിലേക്ക് എത്തിയ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരെ അവനെ സ്വീകരിക്കുന്ന പോലെ സ്വീകരിക്കുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈ വ്യക്തി നിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വവിധ നന്മകൾ കൊണ്ട് നിറയ്ക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം.